ഷാഫി പറമ്പിലിനെതിരായ അധിക്ഷേപത്തിൽ പാലക്കാട് ജില്ലാ സെക്രട്ടറി കൈവിട്ട മുതിർന്ന CPM നേതാവ് AK ബാലൻ. തന്റെ കയ്യിൽ രേഖയില്ലാത്തതുകൊണ്ട് ആരോപണം ഉന്നയിക്കുന്നില്ല. ആരോപണം ഉന്നയിച്ച EN സുരേഷ് ബാബുവിന് അത് തെളിയിക്കാൻ കയ്യിൽ തെളിവുണ്ടാകുമല്ലോ എന്നും AK ബാലൻ ചോദിച്ചു. താൻ ഈ വിവാദത്തിൽ കക്ഷി ചേരുന്നില്ല എന്നും AK ബാലൻ പറഞ്ഞു. അതെ, ആരോപണം പറഞ്ഞ ആൾക്കാർ തെളിയിക്കാൻ അവരുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടാവുമല്ലോ. ഇപ്പം എനിക്ക് അറിയാൻ പറ്റില്ലല്ലോ. അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ അല്ല, ഷാഫിക്ക് എതിരായിട്ട് ആരോപണം ഉള്ള ആൾക്കാരാണല്ലോ പറയുന്നത്. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ. എൻ്റെ കയ്യിൽ രേഖ ഉണ്ടെങ്കിൽ ഞാൻ പറയുമായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ രേഖ. സുരേഷ് ബാബു ഇന്നലെ ഒരു ചെറ്റ വർത്തമാനം പറഞ്ഞു. ആ ചെറ്റത്തരം കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ബാലൻ എന്ന് പറഞ്ഞത്, ബാലന് അത്തരത്തിൽ അങ്ങനെ തെളിവുകളൊന്നും എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഇതിലേക്ക് ഞാനില്ല എന്നാ പറഞ്ഞത്. ബാലൻ കൈയെഴുകയാണ്. അതുകൊണ്ട് ഞാൻ ഇതിനില്ല എന്നാണ് ബാലൻ പറഞ്ഞത്. ബട്ട് സുരേഷ് ബാബു എന്താ പറഞ്ഞത്? സുരേഷ് ബാബു ആദ്യം പറഞ്ഞത് ഷാഫി പറമ്പിലിനെ കുറിച്ച് പറഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞപ്പോൾ സുരേഷ് ബാബു നേരെ കളം മാറ്റി ചവിട്ടി. ഞാൻ അങ്ങനെ ആരെയും പേര് പറഞ്ഞിട്ടില്ല. നിന്ന നിൽപ്പിന് പച്ച നുണ പടച്ചു വിടുക. എന്നിട്ട് ഈ പച്ച കള്ളത്തിനെതിരെ പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ നേരെ കാല് മാറ്റുക. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ ആരെയും പേര് പറഞ്ഞിട്ടില്ല എന്ന് പറയാം. മനസ്സിലായില്ലേ? ഇത്തരത്തിൽ തങ്ങളുടെ പരാജയങ്ങൾ, ഒരു സമ്പൂർണ്ണ പരാജയമായിട്ടുള്ള കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ കേരളം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും അധപ്പതിച്ച ഒരു സർക്കാർ, അത് ഈ പിണറായി വിജയന്റെ സർക്കാരാണ്. ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾ മാത്രമേ ചർച്ച ചെയ്യുവാനുള്ളൂ. നേട്ടങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്യുവാനില്ല. അപ്പോ അങ്ങനെ വരുന്നിടത്ത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണുമ്പോൾ എടുത്ത് പറയാൻ നേട്ടങ്ങളൊന്നുമില്ല എന്നുള്ളത് മാത്രമല്ല, രാഷ്ട്രീയ എതിരാളികൾ തങ്ങളുടെ കൊള്ളരുതായ്മയും കഴിവുകേടും പരാജയങ്ങളും ഒക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ട് ചർച്ചയാക്കുമ്പോൾ ആ ചർച്ചകളിൽ നിന്ന് ഒരു യു-ടേൺ അല്ലെങ്കിൽ ഒന്നങ്ങോട്ട് തിരിഞ്ഞു പോണം കാര്യങ്ങൾ. ആ കാര്യങ്ങൾ തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ശങ്കരാടി പറഞ്ഞ പോലെ യുവജന നേതാക്കൾക്കെതിരെ പെണ്ണുങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട്, സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇത്തരം കഥകൾ പടച്ചുവിടുക. അതിന് ഉത്തരവാദിത്തപ്പെട്ട സീറ്റിൽ ഇരിക്കുന്നവർ തന്നെ നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞ ഗതികേടാണ്. മറ്റൊന്നുമല്ല, പിണറായി വിജയനെ കൊത്തിക്കീറുന്നതിൽ നിന്ന്, പിണറായി വിജയന്റെ ഈ പറയുന്ന പരാജയം, ഭൂലോക തോൽവിയായിട്ടുള്ള ഓട്ടച്ചങ്കൻ കപ്പിത്താന്റെ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയെന്നല്ല, എല്ലാ അർത്ഥത്തിലും മുങ്ങി. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് രാജിവെക്കുകയാണ്. എന്തിനാ രാജിവെക്കുന്നത്? സൂപ്രണ്ടായി ചുമതലയിൽ ഇരിക്കുന്ന ആ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾക്ക് വേണ്ട ഉപകരണങ്ങളില്ല, മരുന്നുകളില്ല, ഒന്നുമില്ല. അത് കാരണം തനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് താൻ രാജിവെക്കുകയാണ്. ആദ്യം രാജിവെക്കേണ്ടതാരാ? സൂപ്രണ്ട് അല്ലല്ലോ രാജിവെക്കേണ്ടത്. മരുന്നുകളില്ലാത്തതിനും ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കേണ്ട ഉപകരണങ്ങൾ എത്തിച്ചു നൽകാനും കഴിയാത്തതിൽ ആ കഴിവുകേട് കൊണ്ട് രാജിവെക്കേണ്ടത് ആരാണ്? സൂപ്രണ്ടാണോ? സൂപ്രണ്ടല്ല. രാജിവെക്കേണ്ടത് മുഖ്യമന്ത്രിയാ, ആരോഗ്യമന്ത്രിയാ. ഈ നാണം കെട്ട വർഗങ്ങൾക്ക് ഒരു നാണവും ഇല്ല. ന്യായീകരണങ്ങളും ക്യാപ്സ്യൂളുകളും ഇങ്ങനെ ഇറക്കിയിട്ട് അതൊന്നും എവിടെയും ഏൽക്കാതെ വരുമ്പോ, ക്യാപ്സ്യൂളുകളൊന്നും ഫലം കാണാതെ വരുമ്പോ ഇത്തരത്തിൽ യുവജന നേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ ഒരു ആരോപണങ്ങൾ അങ്ങോട്ട് ഉന്നയിക്കുക, പുകമറ സൃഷ്ടിക്കുക, വിവാദങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് ഈ പെണ്ണ് കേസാവുമ്പോൾ അതെന്താകും? ഈ സമൂഹത്തിൽ അധികം ചർച്ചയാവും. ആ ചർച്ചകൾക്ക് പിന്നാലെ പോവുക. അതിനേക്ക് അപ്പുറത്തേക്ക് മറ്റെന്താണുള്ളത്? ഇപ്പൊ സുരേഷ് ബാബു ഇന്നലെ സോഷ്യൽ മീഡിയകളിൽ ചർച്ച എന്ന് പറയുന്നത്, ഇന്നലെ സുരേഷ് ബാബു ഈ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ സുരേഷ് ബാബുവിന് ആള് മാറിയതാണ്. പേര് അങ്ങനെ ഈ നാട്ടിൽ നമുക്ക് ഇപ്പോൾ പല പേരുകൾ ആവർത്തിച്ച് പലർക്കും ഉള്ളതായിട്ടുണ്ടല്ലോ. അപ്പോ ഒരേ പേരുകൾ തന്നെ പലർക്കും ഉണ്ടല്ലോ. ഇപ്പൊ സതീശൻ എന്ന പേര് ഈ കേരളത്തിന്റെ എത്ര ആളുകൾക്കുണ്ട്? വിജയൻ എന്ന പേര് കേരളത്തിൽ എത്ര ആളുകൾക്കുണ്ട്? സുരേഷ് എന്നുള്ള പേരുള്ള എത്ര ആളുകളുണ്ട്? ബാബു എന്ന പേരുള്ള എത്ര ആളുകളുണ്ട്? ബാലൻ എന്ന പേരുള്ള എത്ര ആളുകളുണ്ട്? ഷാഫി എന്ന് പറയുന്ന പേരുള്ള എത്ര ആളുകളുണ്ട്? രാഹുൽ എന്ന പേരുള്ള എത്ര ആളുകളുണ്ട്? അപ്പൊ അത്തരത്തിൽ നമ്മുടെ കേരളത്തിൽ ഒരേ പേരിൽ പല ആളുകളുണ്ടല്ലോ. അപ്പോ സുരേഷ് ബാബുവിന് പേര് മാറിപ്പോയതാണ്.
ഇന്നലെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചർച്ച എന്ന് പറയുന്നത് ഈ സുരേഷ് ബാബു പറഞ്ഞ ഷാഫി, അത് ഷാഫി തന്നെയാണ്. ബട്ട് അത് ഷാഫി പറമ്പിലല്ല, അത് TPA കൊന്ന കേസിലെ ജയിലിൽ കഴിയുന്ന ആ പ്രതി ഉണ്ടല്ലോ, ആ മുഹമ്മദ് ഷാഫി, ഇതാ ഈ ആളാണ്. ആരെ കൂടെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? നമ്മളെ കോടിയേരി സഖാവിന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ കൂടെയാണുള്ളത്. ഈ ബിനീഷ് കോടിയേരി ബാംഗ്ലൂരിൽ നല്ല പിടിപാടുള്ള വ്യക്തിയാണ്. ആ ബാംഗ്ലൂരിലെ പിടിപാടുകളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. ബിനീഷ് കോടിയേരിക്ക് ബാംഗ്ലൂരിലുള്ള ബന്ധങ്ങളും പിടിപാടുകളും ബിസിനസ്സുകളും ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോ ഈ ഫോട്ടോ ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് എടുത്തതാണ്. ഈ ബിനീഷ് കോടിയേരിയും ഈ ഷാഫിയും നിൽക്കുന്നത് അത് ഷാഫി പറമ്പിലാക്കി മാറ്റിയതാണ്. ആര്? സുരേഷ് ബാബുവിന് അത്തരത്തിലൊരു അനുഭവം ഉണ്ട്. ഒരു വല്ലാത്ത സുരേഷ് ബാബുവിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം. ആ അനുഭവത്തിൽ അത് എങ്ങനെയെങ്കിലും വിളിച്ചു പറയണം. അപ്പോൾ ഒരു പടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിൽ ഈ വിളിച്ചു പറയലോടുകൂടി ഷാഫി പറമ്പിലിനെ ഒന്ന് ചുറ്റിക്കുകയും ചെയ്യാം. തൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ വിങ്ങുന്ന ആ ഒരു വേദന അത് പുറം ലോകത്തെ അറിയിച്ച് ആരോടെങ്കിലും പറയുമ്പോൾ കുറച്ചൊരു സമാധാനം ഉണ്ടാവുമല്ലോ. അങ്ങനെയാണല്ല. അപ്പോൾ അതുവഴി കുറച്ച് സമാധാനം കിട്ടുകയും ചെയ്യും. ആ ഒരു വെടിക്ക് രണ്ട് പൈസ സംഭവം. ഇത് മറ്റേ ഷാഫിയാ. ഏത് ഷാഫി? നമ്മൾ ഈ ബിനീഷ് കോടിയേരിയുടെ കൂടെ കണ്ട ഷാഫിയാണ്. അതല്ലാതെ ഷാഫി പറമ്പിലല്ല. എന്താണെങ്കിലും CPMന്റെ ചിലർക്കൊക്കെ ബോധങ്ങളുണ്ട്. അല്ലെങ്കിലും ബോധങ്ങൾക്കൊന്നും ആർക്കും കുറവില്ല. ഉണ്ടാക്കുന്നത് അത്രയും ഒക്കെ എല്ലാം മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതിന്റെ പിന്നിൽ പല ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ രാഹുലിനെ കുടുക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തതൊക്കെ എന്ന് പറഞ്ഞ പുകമറകളായിരുന്നു. പുകമറകൾ എന്ന് പറഞ്ഞാൽ ഒരുപാടധികം കാര്യങ്ങൾ മറക്കാനുണ്ടായിരുന്നു. അതിൽ പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ നേരെ ചൂണ്ടിയിരിക്കുന്ന കത്ത് മുതൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ ഭരണത്തിന്റെ തകർച്ചകൾ, അങ്ങനെ എല്ലാം ഒരുപാടധികം മറക്കുവാനുണ്ടായിരുന്നു. അതിൽ ഇവർക്ക് നിശബ്ദരാക്കേണ്ട വ്യക്തികളെയാണ് ഇവർ ചൂണ്ടയിൽ കുരുക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇവരാണ് ഇത് കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുകയും അത് ഇത്രയധികം ചർച്ചയാക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തികൾ. അതിൽ ഒന്ന് രാഹുൽ മാങ്കൂട്ടമാണ്, ഒന്ന് ഷാഫി പറമ്പിലാണ്. അപ്പോൾ ഇവര് രണ്ടുപേരെയും ചൂണ്ടയിൽ കുരുക്കി കഴിഞ്ഞാല് ആ ഒരു ശബ്ദങ്ങൾ വളരെയധികം കുറവായിരിക്കും. മനസ്സിലായില്ലേ? ഏറ്റവും അധികം ശബ്ദമുള്ളവനെ ചൂണ്ടയിൽ കുരുക്കുക, അതാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. മറ്റൊന്നും പറയാനില്ല, അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഷാഫി പറമ്പില് അതുപോലെ രാഹുൽ മാങ്കൂട്ടം എന്നൊക്കെ പറയുന്ന യുവജന നേതാക്കളെ ഇങ്ങനെ കൊത്തിക്കീറിക്കഴിഞ്ഞാൽ അവർ പ്രതിരോധത്തിലാകും എന്നുള്ളതാണ് ഇവരുടെ കണക്കുകൂട്ടലുകൾ. ബട്ട് അത് നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ. കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ കണക്കുകൂട്ടലുകൾക്കനുസരിച്ച് മുന്നോട്ട് പോകണമെന്നില്ലല്ലോ. പലപ്പോഴും കാര്യങ്ങൾ നമ്മളെ കൺട്രോളിന് അപ്പുറത്തേക്ക് ചെന്നെത്തുന്നത് നമ്മൾക്ക് തന്നെ എല്ലാവർക്കും നമ്മുടെ ജീവിതങ്ങളിലൊക്കെ ഒരുപാട് പാഠങ്ങൾ ഉള്ളതായിരിക്കും. അപ്പോൾ ഈ കണക്കുകൂട്ടലുകളും തെറ്റുകയാണ്. ഇപ്പൊ AK ബാലൻ മാത്രമല്ല, പാലക്കാട് നിന്നുള്ള മറ്റു പലരും, NN കൃഷ്ണദാസിനെ പോലെ മറ്റു പലരും ഇത്തരത്തിൽ ഈ പറയുന്ന സുരേഷ് ബാബുവിന്റെ ഡയലോഗിനോട് ഞങ്ങളത് ഏറ്റെടുക്കുവാനോ അതിൽ കക്ഷി ചേരുവാനോ അതിന്റെ ഭാഗമാകുവാനോ അതിനോടൊരു അഭിപ്രായം പറയുവാനോ ഞങ്ങളാരുമില്ല. ഞങ്ങളെ കയ്യിൽ ആരും ഇല്ല എന്ന് മാത്രമല്ല, സംശയമുനയിൽ പോലും ഷാഫിയെ ഇവരാരും ആ കൂട്ടത്തിൽ നിർത്തുന്നില്ല. അവർ ഷാഫിയുടെ ഭാഗത്ത് ഞങ്ങളുടെ ആരുടെ കയ്യിലും തെളിവില്ല എന്നാ പറഞ്ഞത്. സുരേഷ് ബാബുവിന്റെ കയ്യിലുള്ള തെളിവ് ഇവരുടെ ആരുടെ കയ്യിലില്ല. അതാണ് മനസ്സിലാവാത്തത്. പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ കയ്യിൽ ഉള്ള തെളിവ് ബാലന്റെ കയ്യിലില്ല, ഈ NN കൃഷ്ണദാസിന്റെ കയ്യിലില്ല, അങ്ങനെ ആരുടെ കയ്യിലുമില്ല. അപ്പൊ എന്ന് വെച്ചാല് ഈ പറയുന്ന തെളിവൊന്നും ഉണ്ടായിട്ടൊന്നല്ല, നാവിന് എല്ലില്ലാത്തത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക. മനസ്സിലായില്ലേ? ആ വിളിച്ചു പറഞ്ഞതിന് പുറത്താണല്ലോ കയ്യിൽ തെളിവുകൾ ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താ? ആരാ പറയുന്നേ? ഈ സുരേഷ് ബാബു തന്നെ. കാരണം സുരേഷ് ബാബു പറഞ്ഞ് മണിക്കൂറുകൾ രണ്ട് പിന്നിടുമ്പോഴേക്കും വീണ്ടും സുരേഷ് ബാബു മാധ്യമങ്ങളെ കാണുകയാണ്. ഞാൻ അങ്ങനെ ആരുടെ പേരും പറഞ്ഞിട്ടില്ല, അത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണ് എന്നാണ് സുരേഷ് ബാബു പറയുന്നത്. എന്ന് വെച്ചാല് സുരേഷ് ബാബു ഷാഫിയുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിരുന്നത് എന്തുകൊണ്ടാ? സുരേഷ് ബാബുടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിയിക്കേണ്ടി വരുമല്ലോ. അപ്പൊ തെളിയിക്കാൻ തെളിവുകളില്ലാത്തത് കൊണ്ട് സുരേഷ് ബാബു കൈയൊഴിയുകയാണ്. പക്ഷെ നിന്ന നിപ്പിന് പച്ച നുണ വിളിച്ചു പറയുന്ന സുരേഷ് ബാബു നാണവും മാനവും ഇല്ലാത്ത വൃത്തികെട്ട ഒരു ചെറ്റയാണ്. ആ പരനാറി അങ്ങനെ പല നുണയും പറയും.
ആ പരനാറി പറയുന്ന നുണകളൊക്കെ കേരളത്തിന്റെ സമൂഹം പുച്ഛിച്ചു തള്ളുകയേ ഉള്ളൂ. കേരളത്തിന്റെ സമൂഹം എന്ന് പറയുന്നത് പലപ്പോഴും രാഷ്ട്രീയ പ്രബുദ്ധതയുടെ കാര്യത്തിൽ നമ്മൾ മറ്റുള്ളവരെക്കാളും എപ്പോഴും ഒരു പടി മുന്നിലാണല്ലോ. ഈ കാര്യങ്ങളിലും അത് തന്നെയാണ്. ജനം തിരിച്ചറിയുന്നു, ജനം തിരിച്ചടിക്കുന്നു എന്ന് കാണുമ്പോൾ വീണ്ടും വന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള പച്ച നുണ വിളിച്ചു പറയുക. എന്നാല് ഈ പറയുന്ന മാപ്രകളുണ്ടല്ലോ, ഈ പറയുന്ന നായകൾക്ക് വാ തുറന്ന് സംസാരിക്കുവാനോ തിരിച്ചൊരു ചോദ്യം ചോദിക്കുവാനോ കുണ്ടിയിൽ തീട്ടമില്ല എന്നുള്ളതാണ്. ഈ നായകളോടാണ് സുരേഷ് ബാബു കുരച്ചത്, ഷാഫിയുടെ പേര് പറഞ്ഞുകൊണ്ട് അധിക്ഷേപങ്ങൾ നടത്തിയത്, വ്യക്തിഹത്യ നടത്തിയത്, ഈ പച്ച നുണ വിളിച്ചു പറഞ്ഞത്. എന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ വീണ്ടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളോടത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളത് കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ വീഡിയോ ക്ലിപ്പുണ്ട് എന്ന് പറയാനുള്ള കുണ്ടിയിൽ തീട്ടമില്ലാത്ത, ചങ്കുറപ്പില്ലാത്ത ഈ ചെറ്റകൾ വീണ്ടും മൈക്ക് പിടിച്ച് ഈ സുരേഷ് ബാബുവിൻ്റെ അടുത്ത് പോകും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് തന്നെയാണ് ചർച്ച. വീണ്ടും ബാലന്റെ അടുത്ത് പോവുക, ഇതിലെന്താ അഭിപ്രായം? എന്നിട്ട് സുരേഷ് ബാബു കഴിഞ്ഞിട്ട് പിന്നെ NN കൃഷ്ണദാസിന്റെ അടുത്ത്, എല്ലാവരുടെ അടുത്തും പോയിട്ട് ഈ കാര്യങ്ങൾ ചോദിക്കുക എന്ന് വെച്ചാല് ഈ പിണറായി, ഇതാണ് CPM ആഗ്രഹിക്കുന്നതും, അതാണ് എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയുക, അത് ഇങ്ങനെ ചർച്ചയാക്കുക. അതിനപ്പുറത്തേക്ക് പിണറായി വിജയന്റെ ഈ പരാജയം, പരാജയമായിരിക്കുന്ന പിണറായി വിജയൻ ഒരിക്കലും ചർച്ച ചെയ്യപ്പെടരുത് എന്ന് CPM ആഗ്രഹിക്കുന്നു. അതിന് കേരളത്തിലെ മാധ്യമങ്ങളും കുടപിടിക്കുന്നു എന്നുള്ളതാണ്.